ഒരു സാക്ഷ്യമുണ്ട്. 23 വർഷം കഴിഞ്ഞ ദിവസം 23 വർഷം മക്കളില്ലാത്തവർ. അപ്പം ഡെഡല്ലേ അവർക്ക്, അവിടെ ഗർഭപാത്രം ഡെഡാണ്. അവിടെ വേറെ ഒരു സ്ത്രീ പറഞ്ഞത് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല. അപ്പോൾ അവരുടെ എന്താണ്, അണ്ടാശയം ഡെഡാണ്, മരിച്ചു. 23 വർഷം മക്കളില്ലാത്തവരെങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ മക്കളെ കിട്ടണത്? യൂട്യൂബിലുണ്ടല്ലോ സാക്ഷ്യം. 23 വർഷം മക്കളില്ലാത്തവരെങ്ങനെയാണ് മക്കളെ കിട്ടണത്? ചിലപ്പോൾ ബീജം ഉൽപ്പാദിപ്പിക്കുന്നില്ല, ചിലപ്പോൾ മൊബിലിറ്റി ഇല്ല, മോർട്ടലിറ്റി ഇല്ല, അങ്ങനെ ചിലപ്പോൾ കൗണ്ടില്ല. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഒന്നുമില്ലെങ്കിലും യേശു ഉണ്ടോ, അതാ പ്രശ്നം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഡോക്ടർ പറയും ഇതിന് മൊബിലിറ്റി ഇല്ല, നിങ്ങളുടെ ബീജം ഓടുന്നില്ല. ചില പറയും, ഡോക്ടർ പറയും നിങ്ങൾക്ക് ഇതിൻ്റെ കൗണ്ടില്ല, കറക്റ്റ് വേണ്ട കൗണ്ടില്ല എന്ന് പറയും. ഇങ്ങനെ ഇവരില്ല ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ പറയും യേശു ഉണ്ടെന്ന് പറയും. ആരല്ല ഇല്ല ഇല്ലെന്ന് പറയുമ്പോഴും വിശ്വാസം എന്ന് പറയും അതൊക്കെ ഇല്ലായിരിക്കും, പക്ഷെ എന്തുണ്ട്, ഇതെല്ലാം ഉണ്ടാക്കി യേശു ഉണ്ട്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 സ്തോത്രം യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി എല്ലാ ദൈവങ്ങളെ സമർപ്പിക്കട്ടെ, കുടുംബങ്ങളെ സമർപ്പിക്കട്ടെ, നമ്മുടെ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളിൽ ശക്തമായി സ്തുതിക്കട്ടെ. ഈശോയെ ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പൗരരഹിതരെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ 1 കൊറിന്ത്യൻസിലെ 1 കൊറിന്ത്യൻസ് 15:27 യേശുനാമത്തിൻ്റെ ശക്തി അറിയണം. പറമ്പ് എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം എഴുന്നേറ്റ് പോകാൻ കാര്യം എന്താണ്? അറബിയല്ല, പാഴ്സിയല്ല, യഹൂദനല്ല, അമേരിക്കാരനല്ല, ആരാരും എഴുന്നേറ്റ് പോകും. എന്താ കാര്യം? ദൈവം സമസ്തവും. 1 കൊറിന്ത്യൻസ് 15:27 ഏറ്റു പറഞ്ഞ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് സമസ്തവുമാണ്. അതിനകത്ത് അറബിനെ മാറ്റിയിട്ടില്ല, സമസ്തവും. അത് 1 കൊറിന്ത്യൻസ് 15:27 ഏറ്റു പറഞ്ഞ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അതിനകത്ത് ക്യാൻസറുണ്ട്, നിന്റെ ചിട്ടിയുണ്ട്, വീഴാത്ത ചിട്ടിയുണ്ട്, അതിൻ്റെ അകത്ത് നിൻ്റെ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ട് കിടക്കുന്ന മക്കളുണ്ട്, ചിലപ്പോൾ ഭർത്താവിൻ്റെ ചുറ്റിക്കളിയുണ്ട്, ഇല്ലേ? മറ്റു സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുള്ളവരില്ലേ? അങ്ങനെ ഉണ്ടാകും. ബന്ധുവേദനയാണ് ആ ഭാര്യാർത്ഥി അനുഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകത്തില്ല, തല കുത്തി മറിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകത്തില്ല. അയാൾ ഉണ്ടാക്കുന്ന പുലിവാലികൾ, അയാളെ കാണിക്കുന്ന ഈ വാട്സപ്പ് വെച്ചുകൊണ്ട് ചാറ്റിൻ്റെ അകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പിള്ളേരെല്ലാം പിടികിട്ടും. അമ്മ അപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അന്ന് പറയാം. പിള്ളേർക്ക് അറിയാമല്ല വാട്സപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അറിയാതെ ചെയ്താണെങ്കിൽ വാട്സപ്പിലെ കാര്യം അപ്പൻ്റെ കാണിക്കണത് ഒന്നുമില്ല, ചുമ്മാ ഒരു സൊള്ളലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമ്മുടെ വിശുദ്ധി പോകും. വിശുദ്ധിയൊക്കെ പോയാലുള്ള പ്രശ്നം എന്താ? അപ്പത്തിന് അഭിഷേകം പോകും. ഇപ്പം നമ്മൾ 1 സാമുവേൽ 16:14 1 സാമുവേൽ 16:14 എന്താ? കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. 1 സാമുവേൽ 16:14 ഏറ്റു പറഞ്ഞ കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അതാ സംഭവം. കർത്താവിൻ്റെ വചനങ്ങൾ സാമുവേലിൻ്റെ ഗിൽഗാലിൽ നിന്ന് വരണവരെ കാത്തിരിക്കാൻ പറ്റാതെ ആൾക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സാവൂള് രാജാവ് കർത്താവിൻ്റെ വചനത്തിനെതിരെ പ്രവർത്തിച്ചപ്പോഴെന്നാ പറ്റി വിട്ടുപോയി. ഇപ്പോൾ വാട്സപ്പിലാണ്, ചുമ്മാ ഒരു ജിഫ് വിട്ടാണെന്നൊരു കാര്യമില്ല, ആത്മാവ് വിട്ടുപോകും. കാര്യമൊന്നുമില്ല. ചിലപ്പോൾ സഹപ്രവർത്തകയായിരിക്കും, ഒരു ജിഫ് വിട്ടുകയാണെന്ന് വിചാരിച്ചു വാട്സപ്പിൽ, എന്നാ പറ്റണത്? ആത്മാവ് വിട്ടുപോകും. എന്താ കാര്യം? ആ ജിഫിൻ്റെ വിടുമ്പോൾ
അയാൾ ഉദ്ദേശിക്കുന്നത് മോശമായ കാര്യങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കണമെങ്കിൽ കർത്താവിനറിയാൻ പറ്റും അത് മോശമായ കാര്യമാണ് മനസ്സിൽ ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ വരുമ്പോൾ ആത്മാവ് വിട്ടുപോകും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ തോന്നാത്തത്, പള്ളിയിൽ പോകാൻ തോന്നണില്ല. കുറേ ആൾക്കാർക്കൊക്കെ കോവിഡ് കഴിഞ്ഞപ്പോൾ എല്ലാം വീട്ടിൽ കുത്തിരിക്കുകയല്ലേ, ഞായറാഴ്ച പള്ളി തുറന്നിട്ടും പോകുന്നില്ല. എന്താ ഈ വാട്സപ്പ് കളിയാണ് കളിച്ചിരിക്കണത്? കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി. ഇപ്പം നമ്മൾ വിളിച്ചിട്ടും വരണില്ലല്ല, മക്കളും വരണില്ല, ഭർത്താവും വരണില്ല. എന്താ കാര്യം? വിട്ടുപോയി, കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി. അവരെത്രയും വേഗം കുമ്പസാരം നടത്തണമെന്ന് കർത്താവ് പറയണേ. എത്രയും വേഗം അനുദപിച്ച് പാപസാഹചര്യം ഉപേക്ഷിക്കണമെന്ന് കർത്താവ് പറയണേ. ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ലോകത്തിന്മകളിലെ അകപ്പെട്ടുകൊണ്ട് ഒന്ന് സാമുവേല് 16:14 സാവൂളിന്റെ അടുത്തുനിന്ന് ആത്മാവ് വിട്ടുപോയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ തെറ്റായ ബന്ധങ്ങള് അതിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവേ അനുതാപം നൽകണമേ, അനുതാപം നൽകണമേ. ആരാധന. കരങ്ങൾ തുറന്നു പിടിച്ച് അനുതാപം നൽകണമേ. ആത്മാവ് വിട്ടുപോകുക മാത്രമല്ല, അവിടെയും രണ്ട് പ്രവർത്തനം നടക്കും. കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയാൽ നമുക്കറിയാമില്ല, ഭർത്താവ് ഇരിക്കേണ്ട പാട്ടിൽ ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടിക കയറിയിരിക്കുമെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ സംഭവം നടക്കും. കർത്താവിൻ്റെ ദുരാത്മാവ് വിട്ടുപോയാൽ പിന്നെ എന്ത് പറ്റും? അല്ല, കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയാൽ എന്ത് പറ്റും? ഉടനെ ദുരാത്മാവ് കയറിയിരിക്കും. അതാണ് പ്രശ്നം. രണ്ട് ഇഫക്റ്റിലാണ് പറയണത്. അതാണ് 1 സാമുവേൽ 14:15. എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. അപ്പം ദുരാത്മാവ് വരും. പിന്നെ എല്ലാത്തിനും പറയണതെന്ന് മനസ്സിലാകും. ഇത് പിന്നെ അച്ഛന്മാരങ്ങനെ പറയും, പിന്നെ ഇത്രയും നാൾ പള്ളിയിൽ പോയിട്ട് വല്ല കുഴപ്പമുണ്ടായ, പള്ളിയിൽ പോകാതെ വല്ല കുഴപ്പമുണ്ടായ, ദുരാത്മാവിനെ വേണ്ടല്ല. നമ്മളെ ദേവാലയത്തിൽ വിളിക്കുമ്പോഴേ അവർ പറയണതാണ്, പിന്നെ 1 കൊല്ലം പള്ളി പോകാഞ്ഞിട്ട് പള്ളി ഇടിഞ്ഞു വീണാ, പിന്നെ ഞാൻ ഇടിഞ്ഞു വീണ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും. അങ്ങനെ മനുഷ്യർ ചോദിക്കും. ഇതാണ് ദുരാത്മാവെന്ന് പറയണത്. കർത്താവിൻ്റെ ദുരാത്മാവെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ അല്ലാത്ത ആത്മാവ്. ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്ന രക്ഷപ്പെടത്തില്ല, വേറെ മറ്റാളെ ഉടനെ കയറും. ഇനി ഇയാളെ കയറിയാൽ അതിൻ്റെ കുഴപ്പമുണ്ട്. അയാളെ കയറുമ്പോൾ എന്ത് ചെയ്യും? ഇനി അയാൾ നമ്മളെ നയിക്കും. ഇനി ഇപ്പം അപ്പം തന്നെ മറ്റാൾ ഒരു 2 കാലും 3 കാലും ഒക്കെ ഉള്ള ബിസിനസ്സും കൊണ്ട് വരുമല്ലോ ആൾക്കാർ. ആ കാല് ലെഗ്, ഇടത് ലെഗ്, വലത് ലെഗ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നമ്മളെ പഠിച്ചത്. ഇപ്പോൾ നിങ്ങൾ 10,000 വെച്ച് 20,000 കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം പരിപാടി, പന്നി വളർത്തൽ, ആട് വളർത്തൽ, അങ്ങനെ പലതരത്തിലുള്ള നമ്മളെ വളർത്താൻ വേണ്ടി പല വളർത്തലും കൊണ്ടുവരും. നമ്മളെ കൊണ്ട് 2 ലക്ഷമൊക്കെ അതിൻ്റെ അകത്ത് വിടും, പിന്നെ കാണുകയുമില്ല. എന്താ? ദുരാത്മാവാ, അകപ്പെട്ടു പോയി. പല കടങ്ങളും വന്നിരിക്കണിപ്പോൾ അകപ്പെട്ടിട്ടാണ്. പല കടങ്ങളും വന്നിരിക്കണില്ലേ? ഇതുപോലെ ഏതോ ഒരു അവസ്ഥയിൽ കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയപ്പോഴേ, സംരക്ഷണം കിട്ടാതെ വന്നപ്പോഴേ ഇതുപോലെ ദുരാത്മാവ് വന്ന് കയറി. അളിയൻ വന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? അളിയനാണ് വന്ന് പറഞ്ഞിരിക്കണത്. അപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു, എടി അവൻ വന്ന് പറഞ്ഞല്ല, അതപ്പം ശരിയായിരിക്കും. ചിലപ്പോൾ മറ്റവർക്ക് അങ്ങനെ കിട്ടിയില്ലേ, 10-30 അവരിപ്പം ഓടിച്ചേരുമാരാണ് എന്ന് പറയും. അപ്പം നമ്മളും പെട്ട്. ഇപ്പോൾ സാധനം പോണ പോക്കുണ്ടല്ലേ, ഒടിഞ്ഞു മുടങ്ങി പോവുകയാണേ. പിന്നെ കൊണ്ട കടത്തിലായി പോകും. പിന്നെ ഇട്ടത് വലിക്കാൻ വേണ്ടി വേറെ ഇട്ട് ആകപ്പാട് കുഴപ്പം. അപ്പോൾ ആ ബുദ്ധി നമ്മൾ ഏറ്റെടുത്ത്, ബുദ്ധി ഉടനെ നമുക്ക് നഷ്ടപ്പെടും. എന്നിട്ട് ബുദ്ധി വേറെ കൺട്രോളിലേക്ക് പോകും. പിന്നെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തില്ല. അപ്പം അതുകൊണ്ട് ഇതിനെ എല്ലാത്തിനെയും രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ വീണ്ടും കർത്താവിൻ്റെ ആത്മാവിനെ
നമ്മൾ ഒന്ന് പറഞ്ഞില്ലേ, 1 കൊറിന്ത്യർ 15:27 പറഞ്ഞില്ലേ, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പം കർത്താവിൻ്റെ അരൂപി തിരിച്ചു പിടിക്കണം. കർത്താവ് നഷ്ടപ്പെട്ട് കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കർത്താവിൻ്റെ അരൂപി തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേ. ആ അറബി തിരിച്ചു ചെന്നിട്ട് ആ ഡിസംബർ 30 ഡേറ്റ് ഇട്ടാണ് ഈ ചേച്ചി പ്രാർത്ഥിക്കുന്നത്. ഡിസംബർ 30 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ആ ഡേറ്റ് അമ്മ ഹോണർ ചെയ്യും. കാര്യം അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കൃപാസ പ്രത്യക്ഷപ്പെട്ടത് മൂലമാണ് ഈ ഡേറ്റ് പ്രാർത്ഥന വരാൻ തുടങ്ങിയത്. സമയത്തിൻ്റെ ആളാണ് അമ്മ എന്നുള്ളത്. അപ്പം ചില ആൾക്കാർക്ക് സമയം നീണ്ടുപോകും. ഇപ്പം ചെറുക്ക് മെസ്സേജ് എടുക്കുമ്പോൾ എന്നാക്കും മകനെ 1.5 കൊല്ലം കഴിയുമല്ലോടാ കല്യാണത്തിന്. അപ്പം അപ്പോഴ് 32 വയസ്സുണ്ടാവും ഇനി, അല്ലെങ്കിൽ 35 വയസ്സുണ്ടാവും. അപ്പം ഇനി സമയം നീണ്ടു പോകുമല്ല. അപ്പം ചിലരോട് മെസ്സേജ് എടുക്കുമ്പോൾ പറയും, അയ്യോ 2 കൊല്ലം കഴിയുമല്ലോ വസ്തു വിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, മണ്ണെ ഒക്കെ വിഷമിക്കണ്ട, നമുക്കിത് ടൈറ്റ് ചെയ്യാമെന്ന് പറയും. ഇപ്പം ഏതെങ്കിലും കാര്യങ്ങൾ നീണ്ടുപോയാൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കല്യാണം നടക്കാൻ 3 കൊല്ലം കൊണ്ട് ഇനി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇനി വീണ്ടും 2 കൊല്ലം ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾക്ക് ഇനി 2 കൊല്ലം ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് സമയം ചുരുക്കാൻ പറയും. സമയം ചുരുക്കാൻ പറ്റും. എങ്ങനെ ചുരുക്കും? കർത്താവ് അമ്മയല്ലേ സമയം ചുരുക്കിയത്. സമയം ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയല്ലേ ഉടമ്പടി. അമ്മയല്ലേ സമയം ചുരുക്കിയത്. എങ്ങനെ? സമയമായില്ല, എൻ്റെ സമയം ഇനി ആയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീർഘകാലത്തെ സമയം ഈശോ പറയുമ്പോഴേ അമ്മയാണ് പറയണത്. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സമയം ചുരുക്കണം. അതല്ലേ ഉടമ്പടി. ഉടമ്പടി ടൈറ്റ് ചെയ്യണം. വസ്തു വിൽക്കാൻ താമസിച്ച, പെണ്ണ് കെട്ടാൻ താമസിച്ച, അല്ല പുരുഷനെ കല്യാണം കഴിക്കാൻ താമസിച്ച, വീട് വെക്കാൻ താമസമുണ്ടെന്ന് പറഞ്ഞാൽ ഈ താമസത്തെ നമ്മൾ ചുരുക്കണത് ഉടമ്പടി ടൈറ്റ് ചെയ്തുകൊണ്ടാണ്. എങ്ങനെ ടൈറ്റ് ചെയ്യും? നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്യും? ടൈറ്റ് ചെയ്യണത് നിങ്ങളുടെ നീതി 5:20 നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കത്തില്ലേ? എന്താണ്? നിങ്ങളുടെ നീതി നിയമജ്ഞന്മാരുടെ നീതിയെ അതിലംഘിച്ചില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം 5:20 എന്താ പറയണത്? നിങ്ങളുടെ നീതി. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ നീതി. നിയമജ്ഞന്മാരുടെ നീതിയെ അതിലംഘിച്ചില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലെ പ്രവേശിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മളും ദൈവം പ്രതീക്ഷിക്കുന്നത് മറ്റുള്ള ആൾക്കാർ ചെയ്യണ പോലെ അല്ല. മനസ്സിലായ? അതിൻ്റെ ഇരട്ടിയാണ്. അതെന്താ? നിങ്ങളോട് 1 മൈൽ പോകാൻ പറഞ്ഞവൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം അല്ലേ? നിങ്ങളോട് മേലെങ്കിൽ നിങ്ങളുടെ ഉടുപ്പ് കരസ്ഥമാക്കാൻ നോക്കണവന് മേലെങ്കിൽ കൂടി വിട്ടുകൊടുക്കണം. അപ്പം നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥമായ സമയങ്ങളെ ഇരട്ടി ചെയ്താണ് ടൈറ്റാക്കണത്. യു ഗോട്ട് ദ പോയിന്റ്. പിടിയോ? ദൈവത്തിൻ്റെ സ്ഥലം വ്യാപരിക്കാൻ പഠിക്കണം മക്കളെ. കാര്യം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്കിത് ലാഗിങ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കടങ്ങൾ പരിഹരിക്കാൻ സമയം വരുന്നുണ്ട്. ഇപ്പോൾ പലിശ കൂടുമ്പോൾ എന്ത് ചെയ്യും അച്ഛാ? വീട് വിട്ടാൽ പോലും ആ കടം തീരത്തില്ല അച്ഛ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ ഉടമ്പടി ടൈറ്റ് ചെയ്യാൻ പറയും. എന്താ കാര്യം? അത് 5:20 വെച്ചാണ് പറയണത്. അത് ഞാൻ എനിക്കിപ്പോൾ എന്നെ പഠിപ്പിച്ചതല്ല, ഞാൻ പഠിച്ചെടുത്തതല്ല, ഈശോനോട് പറഞ്ഞതാണ്. കാര്യം എന്താ? ദൈവത്തിൻ്റെ മനസ്സതാണ്. ഇപ്പോൾ ഒരു അമ്മച്ചി ചേച്ചി, ആ ചേച്ചി നമ്മൾ പറഞ്ഞ ചേച്ചികളിൽ ആരോ ഒരാളാണ്, എനിക്കൊണ്ടൊരു ഡേസിയാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞ ഇതാണ്, ഞാൻ ഉടമ്പടി പ്രാർത്ഥന 7 പ്രാവശ്യം ചൊല്ലുമെന്ന്. നമ്മൾ ഇവിടുന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 1 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞ ഒരാൾ പറഞ്ഞു, ഞാൻ ഉടമ്പടി പ്രാർത്ഥന 28 പ്രാവശ്യം ചൊല്ലിയെന്ന്. അപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കണതല്ല, പരിശുദ്ധാത്മാവ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ ടൈറ്റ് ചെയ്യണതാണ്. ഉടമ്പടി ടൈറ്റ് ചെയ്യണതാണ്. ഇതുപോലെ ഉടമ്പടി ടൈറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് 10-20 പത്രം മേടിച്ച് കൊടുക്കും മക്കളെ എന്ന് പറയും. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? പത്രം മേടിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെയില്ല, അങ്ങനെ ആരും കൊടുക്കാം. നിങ്ങളവിടെ വീട്ടിലിരുന്ന് എറണാകുളത്ത് ചേച്ചി പറഞ്ഞ പോലെ ഞാനൊരു കുർബാന പോയി കൂടി, അതിനുശേഷം ഒരു സ്വർഗസ്ഥനാ ചൊല്ലി, ഒരു 10 മനോരഞ്ഞോറും ചൊല്ലിയിട്ടാണ് ഒരു പത്രം കൊടുക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം കൊടുക്കണേ.
ഞാനൊരു സ്വർഗസ്ഥനായതും 10 നന്മറും ചൊല്ലിയിട്ടാണ് അടുത്ത പത്രം കൊടുക്കുന്നത്, ടൈറ്റ് ചെയ്യണവർ. അപ്പം നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവർ പറയണത്? കർത്താവേ, ഈ പത്രം വായിക്കുന്നവരെ, ഇതിലെ സാക്ഷ്യം വായിക്കുന്നവരെ, ഇതിലെ പത്രാധിപക്കുറിപ്പ്, എൻ്റെ പ്രസംഗം, എൻ്റെ പത്രാധിപക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളോട് നിൽക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് എനിക്കിതുപോലെ തന്നെ വചനങ്ങളാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പത്രത്തിൽ വരും. അപ്പോൾ ഈശോയുടെ വചനം അവർക്ക് കിട്ടും. അപ്പോൾ അതാണ് പത്രം എന്ന് പറയണത്. ഈ പത്രം നമ്മൾ വെറുതെയും കൊടുക്കാം, പ്രാർത്ഥിച്ചും കൊടുക്കാം. ഉടമ്പടി ടൈറ്റ് ചെയ്യുക. സമയത്ത് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ നമുക്കറിയാവില്ല, എല്ലാം ചെയ്ത്താണെന്നറിയാമല്ലോ. എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്? എല്ലാം ചെയ്ത്താണ് എന്താ പറയണത്? ഇപ്പം പഴയ ഇപ്പം ഈശോ തന്നെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? 22 ഇപ്പം കുർബാന എന്ന് പറയുന്നത് എന്താണ്? അതൊരു ചെയ്ത്താണ്. ഇപ്പം 22-ാമത്തെ അധ്യായം ശ്രുതിക്കട്ടെ മക്കളെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്നത്. കർത്താവേ, കർത്താവേ, അവിടുത്തെ ആത്മാവിന് വർഷിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിന് വർഷിക്കണമേ. കർത്താവേ, ലൂക്ക 22 കർത്താവേ സംസാരിക്കണമേ. ലൂക്ക 22:19 എന്താ പറയണത്? ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ചെയ്യണം അവിടെ ചെയ്യണത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദാനം പോലും ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സമയമായില്ലെന്ന് പറയുമ്പോൾ അമ്മ പറയും 2:5 എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുവിൻ. പക്ഷെ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മുടെ കുറേ ചെയ്തികൾ മാറ്റി വെക്കേണ്ടി വരും. അവൻ പറയണ പോലെ ചെയ്ത് കാണുന്നതിന് കുഴപ്പം, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുറച്ച് പരിപാടികളെ, ചെയ്ത്തുകളെ മാറ്റി വെക്കേണ്ടി വരും. ഇപ്പം കൊളോസ്യൻസ് അത് പറയുന്നത്, കൊളോസ്യൻസ് പറയുന്നുണ്ട്. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ഇതെല്ലാം ചെയ്ത്താണല്ല, ചെയ്ത്തിലൂടെയാണല്ല. ഇപ്പം അവൻ്റെ ഓർമ്മയ്ക്കായി നിത്യരക്ഷ ലഭിക്കാൻ, കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി, കർത്താവിൻ്റെ പരിശുദ്ധരക്ഷ അനുഷ്ഠിക്കാൻ, കുർബാന ചെയ്യാൻ പറയും. പിന്നെ എന്താണ്? സമയമായില്ലെന്ന് പറയുമ്പോൾ അമ്മ പറയും അവൻ പറയണ പോലെ ചെയ്യാൻ പറയും 2:5. ഇനി അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ വേറെ ഒരു ചെയ്ത്തുണ്ട്, അത് മാറ്റേണ്ടി വരും. എന്താ കാര്യം? പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയാൻ. അതാണ് പ്രശ്നം. അതെറിയാത്തോളം കാലം ചെയ്താലാണ് ഫലിക്കാത്തതിൻ്റെ കാരണം. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനമുണ്ടേ. കൊളോസ്യസ് 3:9 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയുവാൻ. പഴയ മനുഷ്യന്റെ ചെയ്ത്ത് എന്താ അതിൻ്റെ ഉദ്ദേശം? 3:9. അപ്പം നമ്മളിലൊക്കെ ഉണ്ട് ഈ പഴയ മനുഷ്യൻ്റെ ചെയ്തികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ പോലെ ചെയ്താൽ ഏക്കത്തില്ല. എന്താ കാര്യം? പഴയ മനുഷ്യൻ്റെ ഫോർമാറ്റിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കെട്ടിടമൊക്കെ വെക്കാൻ വരുമ്പോൾ എന്താ ചെയ്യും? ഇപ്പം നമ്മളവിടെ മരിയൻ തീർത്ഥാടകർക്കെല്ലാം വേണ്ടി താമസിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവർക്ക്, ഇപ്പോൾ പലരും ഇപ്പം തന്നെ ഇന്നലെ വന്നവരാണ് ഇവിടെ ഇരിക്കണം അല്ലേ? അവരോരോരുത്തർ സ്ഥലത്തൊക്കെ പോയി താമസിച്ചിട്ട് അവർക്ക് 2000, 3000, 1000 രൂപ ചിലവഴിച്ചിരിക്കണത്. ഇപ്പം നമ്മൾ മരിയൻ അവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് അമ്മയ്ക്കൊരു പ്രാർത്ഥനാ മുറി, എൻ്റെ സ്വന്തം മുറി എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മുറി കിട്ടും. അപ്പോൾ ഗുജറാത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് തന്നെ കണ്ണൂർ, കാസർഗോഡ്, ട്രിവാൻഡ്രമൊക്കെ വന്ന ആൾക്കാർ രാത്രി വന്ന് താമസിക്കാൻ ഒരിടാം. അപ്പോൾ അവർക്ക് 4 ദിവസമൊക്കെ താമസിക്കാൻ വേണ്ടി ഒരു സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? 50,000 രൂപ നിങ്ങൾ അടയ്ക്കണമെങ്കിൽ 5 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ആ മുറി ഉപയോഗിക്കാം. നിങ്ങൾ വരണ സമയത്ത് ഇപ്പോൾ ഒരു വർഷം, ചിലപ്പോൾ 4 ദിവസം. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഉടമ്പടിയൊക്കെ പുതുക്കി കൂടുതൽ അമ്മയുമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഫ്രീ തരും നിങ്ങൾക്ക്. കാര്യം എന്താണ്? തീർത്ഥാടകരെ അമ്മയ്ക്ക് വേണ്ടി അവർക്ക് സ്വസ്ഥതയും സമാധാനത്തോടെ നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാണ്. കഴിഞ്ഞ കൊല്ലം വരെ കിട്ടിയിട്ടുള്ള എല്ലാ സ്വസ്ത്രക്കാഴ്ചയും മേടിച്ചാണ് നമ്മൾ അവിടെ സ്ഥലം വാങ്ങിച്ചത്. നല്ല സ്ഥലമാണ്, കാട് പോലെ ഭംഗിയുള്ളൊരു സ്ഥലം. അമ്മ തന്നാ ഒരു 1000 ജപമാല അല്ലെങ്കിൽ ഒരു 10,000 ജപമാല എങ്കിൽ ചെല്ലിയിട്ടുണ്ട് അതിന് വേണ്ടി. അപ്പം ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇപ്പം പല അകലെ നിന്നും അടുത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നു.
എപ്പോഴും വിഷയം എത്തുന്ന വെച്ചാൽ ഇത് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് വരാൻ പറഞ്ഞൊരു കുഴപ്പം, നമ്മളുടെ കുറച്ച് ചെയ്ത്തുകളുണ്ട്. അത് കിടക്കണ സമയത്ത് അവൻ പറയണ പോലെ ചെയ്താൽ ഏക്കത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് കൊളോസ്യസ് 3:9 പറയണത്. എന്താണ്? പഴയ മനുഷ്യൻ്റെ ചെയ്ത്തുകൾ അവസാനിപ്പിക്കണം. പഴയ മനുഷ്യനെ എന്ന് പറഞ്ഞ പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ ദൂരെ എറിയും. അത് നിങ്ങൾ, അതിനാണ് ഈ അനുതാപമൊക്കെ വെച്ചിരിക്കുന്നത്. അനുതാപം വന്നു കഴിഞ്ഞാൽ സ്പീഡ് കൂടും ഉടനെ. നല്ല കള്ളൻ്റെ കാര്യം ഞാൻ പറയത്തില്ലേ? നല്ല കള്ളൻ അനുതാപപ്പെട്ടപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇന്ന് നീ എൻ്റെ കൂടെ സ്പീഡ് കൂടി. അനുതാപത്തിന് ഭയങ്കര പവറാണ്. അപ്പോൾ ഈ എൻ്റെ അടുത്ത് ഇപ്പോഴ് ഓറഞ്ച് ചീട്ടിൻ്റെ കൗൺസിലിംഗ് വന്ന ആൾക്കാർ പോലും കുമ്പസാരത്തിൽ ഒരു കൊല്ലം ആൾക്കാരുണ്ട്. എന്ത് ചെയ്യാനാ? അപ്പോൾ ഞാൻ പറഞ്ഞ കുമ്പസാരക്കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. കോവിഡ് കുമ്പസാരക്കൂട് 40,000 രൂപയാണ്. എന്തിനാണ്? അതിൻ്റെ മൗത്ത് പീസ് ഈ കൺഫെഷനേറ്റിൽ നിന്ന് എന്തുമാത്രം വേണമെങ്കിലും മാറ്റാം. നിങ്ങൾക്ക് സമാധാനത്തിൽ കുമ്പസാരിക്കാം. 7 അച്ഛന്മാർ വരുന്നുണ്ട് കുമ്പസാരിപ്പിക്കാൻ വേണ്ടി മാത്രം കൃപാസനത്തിൽ. ഓരോ ദിവസവും ഓരോ അച്ഛന്മാർ. കാര്യം എന്താണ്? അനുതാപം ഉടമ്പടിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കാര്യം എന്താ? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നമ്മൾ ദൂരെ എറിയണം. ഘട്ടം ഘട്ടമായിട്ടല്ലെങ്കിൽ നമ്മൾ എറിയണം. എറിയുന്നുണ്ടെന്ന് കർത്താവിന് മനസ്സിലാക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഒരു വീഡിയോ വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഈ വീട് വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാല് കാച്ചില്ല. പാല് കാച്ചാൻ വേണ്ടി നോക്കിയപ്പോൾ പാല് കാച്ചാൻ ആരാണ്? അച്ഛനാ? അമ്മ? ആരുടെ അമ്മ? വീട്ടമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കണ അമ്മ. എന്താ അത്? അവിടെ താമസിക്കുന്ന ചേച്ചിയാണോ? അവർ കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോൾ മാറി താമസിക്കണേ. അവരാണോ തീ വെക്കണത്? ആരാ തീ വെക്കണത്? പാല് കാച്ചണത്? അവളുടെ അമ്മ, അവളുടെ അമ്മ, ഭർത്താവിൻ്റെ അമ്മ, അമ്മമാരല്ലേ വരേണ്ടത് ഇവിടെ. പക്ഷെ ഞാൻ അപ്പോൾ ഞാൻ എല്ലാ പള്ളിയിരിക്കുന്ന സമയത്ത് എല്ലാം വീട് വെച്ചിരിക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്യണത്. കാര്യം വലിയ സംഭവമില്ല. നമുക്കൊരു വീട് തമ്പരാൻ തന്നെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു അനുഗ്രഹമാണ്. അത് മഴ വരുമ്പോൾ അറിയണം പറ്റും. ഞാനിപ്പോൾ മഴ വരുമ്പോഴൊക്കെ കിടന്ന് പ്രാർത്ഥിക്കും എപ്പോഴും, കർത്താവേ വീടില്ലാത്തവനെ നോക്കിയേക്കണേന്ന് പറയും. കാര്യം എന്താണ്? ഉടമ്പെടുത്തവരുടെ കൂടെ തന്നെ കുറേ പേര് വീടില്ലാത്തവരുണ്ട്. ഈ മഴ വരുമ്പോൾ അവരുടെ വീടിന് മുഴുവൻ വെള്ളമാണ്. അകത്ത് കിടക്കാനും പോലും അകത്തും തണുപ്പ്, അകത്തും തണുപ്പ്, പുറത്തും തണുപ്പ്. അപ്പോൾ ഉള്ള തുണി കൊണ്ട് കുഞ്ഞുങ്ങളെ പോയി പുതപ്പിച്ച് കിടക്കുമ്പോൾ നമുക്ക് തണുപ്പ്. അപ്പോൾ ഇങ്ങനെ കിടന്ന് അപ്പോൾ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒപ്പം ഇതെല്ലാം ഓർത്ത് എല്ലാവരും ഓർത്ത് ഒരു ജപമാല ചൊല്ലും ഞാൻ. കാര്യം കടം കയറി ഉറക്കമില്ലാതെ പ്രഷർ അടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓർക്കുമ്പോഴാണ്, ഇതിപ്പോൾ തുടങ്ങിയല്ല, പണ്ട് മുതലേ ചെയ്യും അങ്ങനെ. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പുതിയ പുതിയ വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് കർത്താവിനറിയാം ഇങ്ങനെയുള്ള വിഷയം അനുഭവിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം ജീവിക്കേണ്ട മനുഷ്യൻ. അപ്പം ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടൊരു വിഷയം, ഇപ്പം ഞാൻ അമ്മമാരെ വിളിക്കുമ്പോൾ ഒരമ്മ വരും. അപ്പോൾ ഞാൻ ചോദിക്കും ആരുടെ അമ്മയാണ് ഇത്? ഞാനിവിടുത്തെ മകളുടെ അമ്മയാണ്. ഞാൻ ശരി, അപ്പം എൻ്റെ അമ്മ എന്ത്? ഭർത്താവിൻ്റെ അമ്മ എന്ത്? കാണാനില്ല. അപ്പോൾ ചില പറയും ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ല, ഇപ്പം ഇവിടെ ഉണ്ടായാലും തിരിഞ്ഞ് കളിക്കൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പരിപാടിയൊക്കെ നടന്നിട്ട് വേണമെന്ന്. ഞാൻ പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പറയും. അപ്പോൾ അവിടെ വിളിച്ചോണ്ട് വിളിക്കാൻ പോയി ആൾ പറയും അമ്മ ബാത്റൂമിലാണ്. ദൈവമേ, ബാത്റൂം ഉണ്ടായത് വലിയ ഭാഗ്യമായിപ്പോയി. ഇവരെ ഇപ്പം വിളിക്കുമെന്നറിയാം, തീ കത്തിക്കാൻ വേണ്ടി അച്ഛൻ വിളിക്കുമെന്നറിയാം. ഈ പാല് കാച്ചാൻ വേണ്ടി തീ കത്തിക്കാൻ വേണ്ടി ചെറുക്കൻ്റെ അമ്മനെ വിളിക്കുമെന്നറിയാം. ആ ടൈമായപ്പോൾ അവർ മുങ്ങിയതാണ് അവിടെ നിന്ന്. എന്താ കാര്യം? കാരണം എന്താണ്? ഇവള് ഈ കയറത്താമസത്തിൽ വന്നിരിക്കുന്ന പെണ്ണില്ലേ, അവൾ അമ്മായിയമ്മനെ വിളിച്ചിട്ടില്ല. അതാവസ്ഥ. അവിടെ 2 പേരും കൂടി അവിടെ ഗുസ്തി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം വീട്ടിൽ മാറി താമസിക്കണത്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ വിളി എന്ന് പറഞ്ഞ് അവൻ പോയി വിളിച്ച് അതുപോലെ വന്ന് പല അച്ഛന് അവർ നിന്നില്ല. ഇതാണ് പഴയ മനുഷ്യരെന്ന് പറയണത്. പഴയ മനുഷ്യൻ എന്തു ചെയ്യണം? അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയണം. ഇങ്ങനെ കുറേ ചെയ്ത്തുണ്ടേ, ഇതെല്ലാം ഉടമ്പടിയെ ബാധിക്കും. പഴയ മനുഷ്യനെ ശരിയാണ്, അവൾക്ക് അറിവില്ലായ്മയായിട്ട് അവൾ ജയിച്ചെന്ന് വിചാരിച്ചോ? അവൾ ജയിക്കട്ടെ, നമുക്കെന്താ പ്രശ്നം?
മരുമോള് ജയിച്ചു, അല്ലെങ്കിൽ അമ്മായിയമ്മ ജയിച്ചു, ആരെങ്കിലും ജയിക്കട്ടെ മക്കളെ, യേശു തോക്കാതിരുന്നാൽ മതി. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? ആര് വേണേലും ജയിച്ചോട്ടെ, യേശു തോക്കരുത്. അപ്പോൾ പഴയ മനുഷ്യൻ മാറിയിരിക്കും, പുതിയ മനുഷ്യനാകും. അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ക്ലിയറാകും. ഈ കാര്യത്തിൽ എന്താ, അവൻ പറഞ്ഞിട്ടില്ലേ? അവൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അവൻ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ അമ്മായിയമ്മ അവിടെ നിന്ന് ഉണ്ടയിടത്തില്ല. എന്താണ്, ഞാൻ മരുമകളെ ഒപ്പിക്കാൻ വേണ്ടി നിൽക്കുകയല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവളോട് ക്ഷമിച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. അവൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുകയാണ്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി ദൂരെ എറിയണം. ഉടമ്പടിയെല്ലാം ചെയ്ത്താണ്. ദൈവം മനുഷ്യനായിട്ടിവിടെ കുരിശുമരണം വഹിക്കാൻ വേണ്ടി വന്നപ്പോഴും ഉടമ്പടി അല്ലാതെ വേറെ ഒന്നും സ്ഥാപിച്ചില്ല. അതാണ് നമ്മൾ വായിക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്തതാണ്, അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നതാണ് കുർബാന. നമ്മുടെ സമയം ലാഗ് ചെയ്ത് പോകുന്നത് ദൈവത്തിന് അറിയാം. സമയം നടക്കാത്തതല്ല മക്കളെ പ്രശ്നം, നടക്കാത്തതല്ല പ്രശ്നം. നടക്കണ കാര്യങ്ങൾ താമസിച്ച് പോയാൽ അത് എങ്ങനെ ടൈറ്റാക്കുമെന്നാണ് അമ്മ പറയണത്. എന്ത് ചെയ്യണം? ആകാത്ത സമയം ആക്കിയെടുക്കാൻ അവൻ പറയണ പോലെ ചെയ്യണം. പക്ഷെ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയണം. എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കണം. അത്യാവശ്യം സമയം മക്കൾ വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, മക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ സ്തോത്രം. ദൈവമേ നന്ദി. ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറയണതനുസരിച്ച് പ്രാർത്ഥിക്കണേ. ഓൺലൈനിലുള്ളവരും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അതായത് വിവിധ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ഇത്രയും വചനം തന്ന കാരണം തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷിപ്പിച്ച് ഇവിടെ നിന്ന് വിടത്തുള്ളൂ. ഓൺലൈനിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക. അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം ഏറ്റു പ്രാർത്ഥിക്കണം. ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞാൻ അനുഭവിക്കുന്ന ഓരോ സങ്കടങ്ങളും ഓരോന്നും മാറി മാറി വരാൻ വേണ്ടി അച്ഛൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദരോഗ്യം സുഖപ്പെടുത്തിയവനെ, തറവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങനെ തിരുനാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന എന്റെ കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലതുകര ഓരോ മകന്റെ ഓരോ മകളുടെ ശിരസിൽ വെക്കണമേ. കർത്താവേ, സന്ധിബന്ധങ്ങളിലെ രക്തഞരമ്പുകളിലെ ശരീരകോശങ്ങളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ. ശരീരത്തിലെ മുഴകള് സിസ്റ്റുകള്, അലർജി രോഗങ്ങള് യേശുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സൗഖ്യങ്ങൾ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അരികിൽ വരണമേ. മകളെ, വയറ്റിലെ രോഗമുള്ളൊരു വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണേ. കർത്താവ് സുഖപ്പെടുത്തും. ഞാൻ ഈ ദിവസങ്ങളിൽ കുറേ വിഷമിച്ചൊരു വിഷയമാണ്. ഒത്തിരി പേരുടെ വയറിങ്ങനെ കല്ലച്ചൊക്കെ ഇരുന്ന് ഇവിടെ വന്നവർ, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവരുടെയൊക്കെ ഭയങ്കര വിഷമം എൻ്റെ മനസ്സിലുണ്ട്. കരൾ രോഗമുള്ളവർ കരളിൻ്റെ അവിടെ കൈവെക്കണേ. ഈ ഹൃദയത്തിൻ്റെ താഴെ കരൾ വർക്ക് ചെയ്യുന്ന അവിടെ
കൈവെക്കണേ. ഗർഭാശയത്തിൽ സിസ്റ്റ് ഉള്ളവരും ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർ അടിവെറ്റി കൈവെക്കണം. പിസ്റ്റുല, PCOD, ആരിസസ് രോഗങ്ങൾ അടിവെറ്റി കൈവെക്കണം. നടുവിന് വേദനയുള്ളവരുണ്ട്, നടുവിട്ടു പോകുന്ന പോലെയുള്ള സങ്കടങ്ങൾ വേദനയുള്ളവർ നടുവിന് കൈവെക്കണം. അവിടെ തന്നെയാണ് കിഡ്നി രോഗം ഉള്ളവരും കൈവെക്കേണ്ടത്. കിഡ്നി രോഗമുള്ളവർ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ ഓർക്കണം, ലോകത്തിലെ അമ്മ ഏറ്റവും അടുത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ഞാനും അമ്മയും തമ്മിൽ 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് 1 മീറ്റർ. ബാക്കി ലോകത്തിലെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ഞാൻ ഡിവൈൻ നമ്മുടെ കുണ്ടസ് ടി വിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം ചെയ്യുന്നുണ്ട്. അവിടെ 10-100 എണ്ണം ചെയ്യുന്നേ, ഇപ്പോൾ 10-20 ആയിട്ടുണ്ടെന്ന് തോന്നണം. അപ്പം അവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് ലോകത്തുള്ള എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ഒക്കെ 10 മീറ്റർ തൊട്ട് 30 മീറ്റർ വരെ അകലം. കൃപാസനത്തിൽ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടത് വെറും 1 മീറ്ററാണ്. ഞാൻ പേടിച്ചു പോയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അമ്മയെ തൊടാമായിരുന്നു. 10 അടുത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലൊരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ആ അമ്മയുടെ മധ്യസ്ഥലാണ് നിങ്ങൾ വയറെ കൈവച്ചിരിക്കുന്നത്. എനിക്ക് നിർബന്ധമാണ് നിങ്ങൾ സുഖപ്പെടണമെന്ന്, നിങ്ങളുടെ സിസ്റ്റുകൾ മാറണമെന്നും നിങ്ങളുടെ പിരിപ്പ് മാറണമെന്നും മക്കളില്ലാത്തൊരു പ്രത്യേകിച്ച് കൈവെക്കണം. നിങ്ങൾക്ക് അണ്ട ഇല്ലെന്നൊക്കെ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല, അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അണ്ട സൃഷ്ടിക്കണതും എപ്പോൾ സൃഷ്ടിക്കേണ്ടതും ഒക്കെ എല്ലാം കർത്താവാണ്. നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയാണ് പറയണത്. അതൊന്നും നമുക്ക് വിഷയമല്ല. ഇത്തിരി ബുദ്ധി കുറവുണ്ട്, ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, പരീക്ഷ വേണ്ട വിധം പഠിക്കാൻ പറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തലേ കൈവച്ചോ. ഇപ്പോഴേ പഠിച്ചിട്ട് തലേ കയറണില്ല അച്ഛാ, ഒന്നും ഓർമ്മ നിൽക്കണില്ല അച്ഛാ എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ, അവർ തലേ കൈവെക്കുക. ഒട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ആ കുഞ്ഞുങ്ങളില്ലെങ്കിൽ, ആ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ വയറ്റിലാണെങ്കിൽ വയറ്റിൽ കൈവച്ചാൽ മതി. ഒട്ടിസം ബാധിച്ച കുഞ്ഞ്, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞ് നിൻ്റെ കയ്യിലില്ല, ഇപ്പം നിൻ്റെ കൂടെ ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പം നീ ആ കുഞ്ഞിനെ തന്ന വയറ്റിൽ നീ കൈവച്ചാൽ മതി. അമ്മ അത്ഭുതം പ്രവർത്തിക്കട്ടെ. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണ ഒരു സമയമാണ്. യേശു ജീവനോടെ ദിവ്യസക്രാരിയിൽ ഉണർന്നു നിൽക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കളെ സ്തുതിച്ചാൽ മാത്രം മതി. സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവായി ഇപ്പോഴും ഓരോരോ സ്ഥലങ്ങളിലെ കൈവച്ചുകൊണ്ട് അങ്ങനെ മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗികള്, PCOD രോഗികള്, ആർഎസ്എസ് രോഗികള്, നടുവേദനക്കാര്, കർത്താവേ ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കർത്താവ് അവരെ ഇപ്പോഴങ്ങ് സുഖപ്പെടുത്തുന്ന കാണിച്ചു തരുന്നുണ്ട്. ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നത് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവർ സുഖപ്പെട്ടുകൊണ്ടിരിക്കണേ. 7 പേരെങ്കിലും സാക്ഷ്യം പറയും, 7 പേരെങ്കിലും സാക്ഷ്യത്തിലേക്ക് വരും, സത്യമായിട്ട് വരും. കർത്താവേ, നിന്റെ ഉന്നതമായ വലതുകരം ബ്രസ്റ്റിന് വെക്കുന്ന കർത്താവേ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരുടെ ബ്രസ്റ്റ് വെക്കണം പ്രാർത്ഥിക്കുന്നു. PCOD രോഗികള്, രക്തസ്രാവ രോഗികള്, കരൾ രോഗിക്കാര്, മഹോദര രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. കിഡ്നി രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. ഒലിപ്പുകളുള്ളവർ കർത്താവ് ഓരോ സമയത്ത് കർത്താവ്, ഡിസ്ക്രിപ്ഷൻ ഉള്ളത് കർത്താവ്, അതുപോലെ സെക്രീഷൻസ് ഉള്ളവർ കർത്താവ്, ഒലിപ്പ് രോഗികളെ സ്പർശിക്കുന്ന കർത്താവ്, ബ്ലഡ്, കണ്ണുനീര്, മൂത്രം, മലം ഇതൊക്കെ അറിയാതെ പോകുന്നവരെ കർത്താവ് അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ 35 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിലെ മാരക രോഗങ്ങള്, വേദികള് യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. അരികിൽ വരണമേ, സദയം തുടേണേ, സുഖമായിടും
മെഴുകുതിരി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. മെഴുകുതിരി അരികിൽ വരണമേ, മക്കളെ സന്തോഷമായി നിങ്ങളുടെ തലവേദനയുള്ളവർ നെറ്റിയിൽ വെക്കുക. ഇപ്പം നമുക്കൊരു സാക്ഷ്യം കിട്ടിയായിരുന്നല്ലേ, ദർശനം കിട്ടിയായിരുന്നു. ബ്രസ്റ്റിൽ മുഴയുള്ളവരെ കർത്താവ് സുഖപ്പെടുന്നത്, ബ്രസ്റ്റ് ക്യാൻസറുകാരെ അവർ തീർച്ചയായും ആൾക്കാരെ സാക്ഷ്യം പറയും. ഇനിയുള്ള കാലങ്ങളിൽ അവർക്ക് ഡോക്ടർ അത് വ്യക്തമാക്കി കഴിയുമ്പോൾ അവരത് ഈശോയുടെ ആൾക്കാരെയും സാക്ഷ്യം പറയും. അമ്മ വളരെ ശക്തമായ രീതിയിൽ മധ്യസ്ഥം നൽകുന്ന സമയമാണിത്. കുറേ ഇറച്ചി ഭാഗങ്ങൾ കാണുന്നുണ്ട്, തൊലി പൊളിഞ്ഞിങ്ങനെ ചുവപ്പ് നിറത്തിയിരിക്കണത്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ ചിലപ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ദ്രവിച്ച് അലർജി പോലെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചുവന്ന ഭാഗങ്ങൾ കാണുന്നവർ, പല ബിഷപ്പ് രോഗികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയുള്ള ഇങ്ങനെ തൊലി പൊളിഞ്ഞൊക്കെ പോണ ആ രോഗികൾ, ചുവപ്പ് നിറത്തിലിരിക്കുന്ന ഭാഗങ്ങൾ, അവിടെയെല്ലാം കർത്താവിൻ്റെ രക്തം വീഴുന്ന സമയമാണിത്. ശരീരം ചുവപ്പ് നിറത്തിരിക്കുന്ന ഭാഗങ്ങൾ, ചൊറിച്ചിലുള്ളവർ, ചൊറിയുള്ളവർ, വ്രണമുള്ളവർ, മുറിവുള്ളവർ, അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുടെ അവർ ആശുപത്രിയിലാണെങ്കിൽ ആ ധ്യാനം ആരാണ് കൂടിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും അവർക്ക് അപകടം വന്ന സ്ഥലത്ത് നിങ്ങളുടെ കാലിലെ കയ്യേല ആ സ്ഥലത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിയാൽ മതി. ഇപ്പോഴും കർത്താവ് അവിടെയെല്ലാം സ്പർശിക്കേണ്ട സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇപ്പോൾ ദർശനത്തിൽ കാണിച്ച ശരീരത്തിന്റെ മാംസമായ ഭാഗങ്ങള്, ചോരപ്പാടയുടെ കാണിക്കുന്ന എല്ലാ ഇടങ്ങളിലും വിശുദ്ധ രക്തം തളിക്കണം, വിശുദ്ധ രക്തം തളിക്കണം, വിശുദ്ധ രക്തം തളിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ദൈവമേ, ദർശനത്തെ മക്കളെ, ഒരു മകൻ പോലും മകള് പോലും വേദനിച്ച് ഈ പ്രാർത്ഥനയുടെ പുറത്ത് പോകത്തില്ല എന്ന് ഈശോ മനസ്സിൽ തോന്നിക്കുന്നുണ്ട്. ജോലിയില്ലാത്തവരെ പെട്ടെന്ന് ഓർത്ത് പോകാൻ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ, അതായത് ആരുമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. കർത്താവേ, എല്ലാം രോഗമാണല്ലോ പറയണത്, എനിക്ക് ജോലിയില്ല, വീടില്ല, ഇത് വിഷമിക്കണ കാര്യം അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുക. അത് നിങ്ങളിപ്പോഴേ ഈശോയോട് പറഞ്ഞത് എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോഴേ ജോലിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, വേദനപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ജോലിയിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തിരിച്ചു പോകാൻ പറ്റാതെ ആയിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജോലിയില്ലാത്തവരെ, തിരിച്ചു പോകാൻ പറ്റാത്തവരെ, നാട്ടിൽ ജോലി അന്വേഷിച്ചിട്ട് കിട്ടാത്തവരെ ഒക്കെ പ്രാർത്ഥിക്കുന്ന, ഒരു വരുമാനമില്ലാതെ മുട്ടിപ്പോയവരെ പ്രാർത്ഥിക്കുന്ന. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ഏക വരുമാനം. കർത്താവേ, പുതിയ വഴികൾ
വഴികള് ഈ നിമിഷം അങ്ങയുടെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണം. അവരുടെ തൊഴിലുപകരണങ്ങള് കൈത്തൊഴിൽ ചെയ്യുന്നവരെ ആശീർവദിക്കണമേ. കന്നുകാലികളെയും കോഴിമൃഗാദികളെയൊക്കെ വളർത്തുന്നവരെ ആശീർവദിക്കണമേ. കർത്താവേ, പുതിയ തൊഴിലുകള് അന്വേഷിക്കുന്നവരെ ആശീർവദിക്കണമേ. കർത്താവേ, ഒരു വരുമാനത്തിന് വേണ്ടി ഈശോയെ വേദനിക്കുന്നവരെ എന്ത് ജോലിയായാലും ചെയ്തുള്ള ജീവിക്കാനുള്ള മാർഗം കിട്ടിയാൽ മതി എന്ന് വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഏറ്റെടുക്കണമേ. അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. കർത്താവേ, പരീക്ഷ എഴുതുന്ന മക്കളെ, എഴുതാൻ പോകുന്ന മക്കളെ, എഴുതി കഴിഞ്ഞ മക്കളെ, വലിയ ഫലമൊന്നും ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച് വേദനിക്കുന്ന മക്കളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അവിടെ പരീക്ഷ പേപ്പറിലെ മാർക്ക് ലിസ്റ്റുകളിലെ അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ കൃപ കൊണ്ട് ഞങ്ങൾ കരകയറട്ടെ. അങ്ങയുടെ കഴിവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ കരകയറട്ടെ. യേശുവിന്റെ നാമത്തിലെ കരകയറട്ടെ. യേശുവിന്റെ നാമത്തിലെ കരകയറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അങ്ങ് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണമേ. ശ്രദ്ധിച്ചേ. മക്കളെ, നെക്കിനൊക്കെ കരുത്ത്, നെക്കിനൊക്കെ വേദന ഉള്ളവരും തിരിക്കാൻ പറ്റാത്തവരും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബലം പോയവരും നേരെ നിൽക്കാത്തവരെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ, കർത്താവ് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മേഖലകളെല്ലാം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ജീവനോടെ ഈ നിമിഷം തിരുമുറുപാർന്ന് വലതുകരത്താൽ കർത്താവ് മഹത്വപ്പെട്ട് നിൽക്കേണ്ട സമയമാണിത്. അപ്പം മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കൈവെക്കുക. ഓൺലൈനിൽ ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് ഈ പറയണത്. എവിടെയാണ് കർത്താവ് സ്പർശിക്കേണ്ടത്? അഡിനോയിഡുള്ളവർ മുക്കിൽ കൈവെക്കുക, മുക്കിൻ്റെ പാലത്തിൽ കൈവെക്കുക. അഡിനോയിഡുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, കാഴ്ച മങ്ങുന്നവർ കണ്ണിൽ കൈവെക്കുക. കാരണം കാതിൽ നിന്ന് പഴുപ്പ് വരുന്നവർ കാതിൽ കൈവെക്കുക. കേൾവി കുറവുള്ളവരും കാതിൽ കൈവെക്കുക. പല്ല് വേദനയും പലതരത്തിലുള്ള വായു വിഷമങ്ങളുള്ളവർ തൊണ്ടയിലും വായിലുമായിട്ട് തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കട്ടെ. കർത്താവെ, ഞാൻ അങ്ങനെ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോയെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ ഇപ്പോൾ മഹത്വപ്പെടും കർത്താവ്. അടിപ്പിണർ പോലെ കർത്താവെ, വൈദാഘാതം പോലെ കർത്താവെ, ഈ പറഞ്ഞ രോഗികളുടെ മേലെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിലെ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളം, ദൈവത്തിന് സത്യം മാർഗ രോഗങ്ങളെ, തിരവേദികളെ യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. അരികിൽ വരണമേ. മകളെ, അച്ഛനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകണ്. വിസർപ്പ രോഗികൾ അവരെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകണ്. ശരീരത്തിൽ കുരുക്കളുള്ളവർ, അതുപോലെ ശരീരത്തിൽ ബ്ലോക്കുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരളിന് ലീക്കുള്ളവർ, മഹോദ രോഗികൾ, കുടലിന് കർത്താവെ ഭാരമുള്ളവരും, അതുപോലെ തന്നെ ദഹനപ്രക്രിയ നടക്കാത്തവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, മൂത്രത്തിൽ ചൊരിച്ചിലും എരിച്ചിലും പുകച്ചിലും ഒക്കെ അനുഭവിക്കുന്നവർ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, അങ്ങനെ മക്കൾ ശരീരത്തിൽ ഓരോരോ വിഷമം അനുഭവിക്കുകയാണ്. കർത്താവേ, ജോലി പോലും ചെയ്യാൻ പറ്റും. കർത്താവ്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാൻ വിഷമിക്കുന്ന വ്യക്തികളെ, അമ്മമാരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത അപ്പന്മാരെ,
കുടുംബത്തിൽ വരുമാനമാർഗമായിട്ട് നിൽക്കുന്നവരെ എല്ലാം നീ കർത്താവെ എങ്ങനെ അവർ ജീവിക്കും എന്ന് ഞങ്ങൾ കണ്ണീരോടെ ചോദിക്കുകയാണ്. കർത്താവെ, അങ്ങ് ആരെയും കൈവിട്ട് കളയില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ മാത്രമേ ആശ്രയമുള്ളൂ എന്നുള്ളവരെ കർത്താവെ നീ കൈവിടാതെ ഈ ആരാധന നിമിഷം പിടിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസ്ഥിക്ക് വേദനയുള്ളവർ, അസ്ഥി സന്ധിബന്ധങ്ങളിലെ വേദനയുള്ളവർ, മാസപ്പെസ് മരവിപ്പുള്ളവർ എല്ലാവരെയും സ്പർശിക്കണമേ കർത്താവെ. ഓരോരുത്തരെയും സ്പർശിക്കണത്തെ കിതക്കുന്നവർ, കർത്താവ് പ്രഷർ രോഗികൾ, അമിതമായ ഷുഗർ രോഗികൾ, കർത്താവെ ഉറക്കമില്ലാത്തവർ, കർത്താവെ ഉറക്കമില്ലാത്തവരെ എല്ലാവരെയും സ്പർശിക്കണമേ ഈശോയെ. അവരെ ശ്രുതികളുടെ മക്കളെ നാമത്തിൽ ഉള്ളക്കാലം മുതൽ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികളുടെ മക്കളെ, വിവാഹം പിരിയാൻ പോകുന്നവരെ അത് കർത്താവ് ഇപ്പോൾ മനസ്സിൽ തോന്നിച്ച ഒരു വലിയ വിഷയമാണ്. താല്പര്യമില്ല, ഒരാളിന് താല്പര്യമില്ല, എങ്കിലും പിരിയേണ്ടി വരണം. അതുപോലെ തന്നെ മ്യൂച്വൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നവർ, ഇങ്ങനെ കുറേ മാനസിക കുടുംബം തകർന്നതിൻ്റെ പേരിൽ മക്കളെ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്ന, മക്കളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന, എല്ലാം തന്ത്രപൂർവമായിട്ട് ചെയ്തിരിക്കുന്നത്. പൊന്നും വാങ്ങി മക്കളും വാങ്ങി അവൾ പോയിട്ട് പിന്നെ എല്ലാം വാങ്ങിപ്പോയിട്ട് പിന്നെയും കേസിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പൈശാചികമായ നടപടിയിലൂടെ പോകുന്നവരെ, മാനസികാവസ്ഥയിൽ പോകുന്നവരെ പിശാചിനെ ഈശോ വെച്ച് പൊറപ്പിക്കത്തില്ല. അനുതാപിക്കാൻ നിങ്ങൾക്കുള്ള അവസരമാണിത്, അവസാന അവസരമാണ്. ചതിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് പോകുന്നതെന്ന് തോന്നുന്നവർക്ക് അനുതപിക്കാനുള്ള അവസാന അവസരമാണിത്. കർത്താവിൻ്റെ ശാസന പോലെ പറയാൻ പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുന്നു. ചതിച്ചുകൊണ്ടാണ് ജീവിത പങ്കാളിയിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അനുതപിക്കാനുള്ള അവസാന അവസരമാണ്. അതിനുശേഷം നിന്റെ നാശം ആരംഭിക്കും. ശ്രുതികളുടെ ഹല്ലേലൂയ, ശ്രുതികളുടെ ഹല്ലേലൂയ. അരികിൽ വരണമേ, നിന്റെ കർത്താവ് പറയണം നിന്നെ കണ്ണീരോടെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ലെന്ന്. നിന്റെ കർത്താവ് പറയുന്ന വചനത്തെ അങ്ങ് ഓൺലൈനോടെ ഏതെല്ലാം ഭൂഖണ്ഡം ആരെല്ലാം കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രാർത്ഥന കൂടിയ ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവ് ഒഴിവാക്കത്തില്ല. കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം. അതായത് ഹെബ്രായ ലേഖനം 11:5, അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ഡിസോൺ യു. കർത്താവിൻ്റെ വചനം പറയുന്നു, അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ഡിസോൺ യു. ഒരു കാരണവശാലും നിന്റെ പാപം കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ മറ്റു തരത്തിലുള്ള തകർച്ച കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ കാലം കഴിഞ്ഞത് കൊണ്ട്, നിന്റെ സമയം മാറിയത് കൊണ്ട്, എന്ത് കാര്യമായാലും ഐ വിൽ നോട്ട് ഡിസോൺ യു, ഐ വിൽ നോട്ട് ഡിസോൺ യു. കർത്താവ് പറയുന്നു ഒരു കാരണവശാലും ദൈവ പൈതലേ, യേശുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന നിന്നെ ഒരു കാരണവശാലും നിന്റെ കർത്താവ് അനാഥനായി വിടുകയില്ല. കർത്താവിനെ കൈയടിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ, കർത്താവിനെ കൈയടിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ജീവദുരിതങ്ങള്, യേശുവിന്റെ നാമത്തില് സാമ്പത്തിക കടങ്ങള്, യേശുവിന്റെ നാമത്തില് ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. പാടുക
ഇവിടെ സുഖമായിടും എൻ്റെ ഉള്ളം. സാമ്പത്തിക ബാധ്യതയുള്ളവരെ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, അവരെ പഠിപ്പിക്കാൻ വിട്ടപാടില്ല, അവരെ പ്രണയബന്ധത്തിൽ അകപ്പെട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ, അവിടെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പഠിക്കാൻ പോകുന്ന മക്കൾ തെറ്റായ പ്രണയബന്ധത്തിലും മാതാപിതാക്കന്മാരെ വിളിക്കും പോലും ഇല്ലാത്ത മക്കളുണ്ട്. അത്രയും അവർ പൈശാചികമായിട്ട് ബന്ധത്തിലാകെ പോയി. അവരോർത്തിട്ട് ചിന്തിച്ചിട്ട് ചിലർ അപ്പനെ അമ്മനെ എൻ്റെ വീടിരിപ്പ് സ്ഥലം ബാങ്കിലാക്കിയെടുത്ത് കേസിലാക്കി അവർ അതിനുശേഷം അവർ കണ്ട ആണുങ്ങളുടെ പുറകെ പോയി, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ പുറകെ പോയി അപ്പനെ അമ്മനെ വേദനിപ്പിച്ചുകൊണ്ട് ഇനി എതിർത്ത് താഴെയുള്ളവരുടെ ജീവിതവും എല്ലാം ഇരുട്ടിലാക്കിക്കൊണ്ട് വലിയ തകർച്ചയിരിക്കുന്ന കുടുംബങ്ങൾ, വലിയ ഇരുട്ടിലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, സാമ്പത്തിക തകർച്ചയുള്ള കുടുംബങ്ങൾ, ഒരു വരുമാനമില്ലാത്ത മക്കൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കേസിലകപ്പെട്ടവരെ, കേസിലകപ്പെട്ടു പോയവർ, അതിർത്തി തർക്കമുള്ളവരെ, വെള്ളം കിട്ടാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റു പ്രാർത്ഥിക്കർത്താവേ, കർത്താവേ, ഓരോ തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ 1 കൊരിന്ത്യൻസ് 1:4 പ്രാർത്ഥിക്കുന്നു. ഓരോ തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ യേശുനാമത്തില് വിടുതൽ പ്രാപിക്കട്ടെ. ഓരോ തരത്തില് വേദന അനുഭവിക്കുന്നവരെ 1 കൊരിന്ത്യൻസ് 1:4 പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തില് വിടുതൽ പ്രാപിക്കട്ടെ. OIT പരീക്ഷകൾ, IELTS പരീക്ഷകൾ, MOH, HAD, അതുപോലുള്ള മത്സര പരീക്ഷകൾ, PSC പരീക്ഷകൾ, വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതാൻ പോകുന്നവരെ, എഴുതിക്കഴിഞ്ഞവരെ, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷ എഴുതിക്കഴിഞ്ഞവരെ, ഇങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ അവരെ ഏറ്റെടുക്കുവാനും അവരെ കർത്താവ് അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം കാണിച്ചു കൊടുക്കാനും ജോലി എടുക്കാൻ പറ്റിയ യോഗ്യതയുള്ള മാർക്ക് അവർക്ക് ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. നമ്മൾ സമാപന ആശീർവാദത്തിലൂടെ പോവുകയാണ്. മുട്ടി നിൽക്കുക, സന്തോഷമായിട്ട് മുട്ടി നിൽക്കണം. മക്കളെ, എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയി എന്ന് തോന്നണത് കൊണ്ട് നിങ്ങളിപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിപ്പോഴേ നടക്കും. നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഓൺലൈൻ നമ്പർ എടുത്തിട്ടുള്ളവരെ, ലോകത്തിന് നിങ്ങളുടെ ഉടമ്പടി യോഗങ്ങളെ ഈശോ ആശീർവദിക്കുന്നു. രോഗത്തെ ദുരിതം കഴിയുന്നവരെ, ആശുപത്രിയിൽ കഴിയുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. കടക്കണിയിൽ കഴിയുന്നവരെ, ഭവനരഹിതരെ, സദാനരഹിതരെ, ഓൺലൈൻ വിദ്യാഭ്യാസം ഇരിക്കുന്നവരെ, പരീക്ഷയിലായിരിക്കുന്ന മക്കളെ ആശീർവദിക്കുന്നു. ജോസഫിനെങ്കിലും വന്ന് പ്രാർത്ഥിച്ചുപോയ മക്കളെ ഈശോ ആശീർവദിക്കുന്നു. പ്രഭാസനപ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന.